നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. വിശാഖ നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പക്ഷി, മൃഗം ആദിയായിട്ടുള്ളവരാൽ ദേഹത്തിൽ മുറിവ്, ആപത്ത്, രോഗം ഇവയൊക്കെ ഉണ്ടാകാം. വിശാഖ നക്ഷത്രക്കാർക്ക് വിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ്. മുതിർന്ന ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദികൾ ലഭിക്കും. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അനാവശ്യമായി ചെലവ് ചെയ്യാത്തവരും കലഹപ്രിയരും സ്തുതിക്കാനും നിന്ദിക്കാനും മടിയില്ലാത്തവരും വാക്സാമർഥ്യമുള്ളവരും പണനഷ്ടം ഉണ്ടാക്കുന്നതിനും സാഹചര്യമുള്ളവരാണ്. സ്ത്രീകൾ ഹൃദയംഗമായ രീതിയിൽ സംഭാഷണം ചെയ്യുന്നവരും സൗന്ദര്യവും വളരെയധികം ധനവുമുള്ളവരുമാകും. വ്രതാനുഷ്ഠാനങ്ങളിലും തീർത്ഥാടനങ്ങളിലും തൽപരരായിരിക്കും. ബന്ധുക്കളോട് സ്നേഹമുള്ളവരാണ് ഇവർ. വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴം ചാരവശാൽ 9-ലും 8-ലും സഞ്ചരിക്കുകയാണ്. ശനി 6-ലും 5-ലും സഞ്ചരിക്കുകയാണ്. ഈ വർഷം 8 വയസ്സുവരെ പ്രായമുള്ള വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യയ്ക്കും ആരോഗ്യത്തിനും വിഷമാവസ്ഥയ്ക്ക് ഇടയുണ്ടാകും. മറ്റുള്ളവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് എന്ന് പറയണം. തുലാം, വൃശ്ചികം രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ് വിശാഖം. തുലാക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം സംജാതമാകുന്നതാണ്. ഭാഗ്യപുഷ്ടിയും ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അന്യദേശവാസമൊക്കെ ഉണ്ടാകാം. ഉന്നത വിദ്യാഭ്യാസത്തിന് അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഏകദേശം പരിഹൃതമാകുന്നതുമാണ്. 5-ാം ഭാവത്തിലെ രാഹു ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം. വേണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ വലഞ്ഞു പോയേക്കാം. ഫ്ളാറ്റ്, വീട് എന്നിവ വാങ്ങാനുള്ള ശ്രമം നടത്തിയേക്കാം. നാട്ടിലെ വസ്തു വിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ തടസ്സം വരുന്നതാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സമാധാന അന്തരീക്ഷം അല്പം കുറയുന്നതാണ്. വാടക വീടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മക്കളുടെ ശാഠ്യശീലങ്ങളുമൊക്കെ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാം. സ്വാശ്രയ തൊഴിലിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകേണ്ടത് മെല്ലെയാകാം. അനുരാഗം മുട്ടിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.